എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് ആണ്. അതായത് നമ്മുടെ ഫ്രഞ്ച് സൊസൈറ്റിയിൽ എങ്ങനെയാണ് നമ്മുടെ തിങ്കേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഫ്രഞ്ച് സൊസൈറ്റിയിൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളുമുണ്ട്, ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റിലുള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ. പക്ഷെ അതിൽ കുറച്ച് ആളുകൾക്ക് എന്താണ് ഒരു ബുദ്ധി വരികയാണ്, ഇങ്ങനെയല്ലല്ലോ ഞങ്ങള് ജനങ്ങൾ നിൽക്കേണ്ടതെന്ന് ഉള്ളൊരു ചിന്ത. ആ ചിന്ത വന്നിട്ടുള്ള കുറച്ച് ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ്, ചിന്തകരുടെ സ്വാധീനം. The French philosophers inspired people to recognize their hardship and fight against injustice, influencing revolutionary thinking. ഫ്രഞ്ച് തത്വചിന്തകർ ജനങ്ങളെ അവരടങ്ങിയ അവസ്ഥ മനസ്സിലാക്കാനും അനീതിക്കെതിരെ പ്രതികരിക്കാനും പ്രചോദിപ്പിച്ചു. അതായത് കുറച്ച് ആൾക്കാരുണ്ടാവും, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളെ ഫ്രണ്ട്സിൽ ചില ആൾക്കാരുണ്ടാവും, എടാ ആ കുട്ടി നിന്നെ പറ്റിക്കുകയാണ്, ഈ അങ്ങനെ അതിലൊന്നും പോവരുത്, അങ്ങനെ പറഞ്ഞ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത അതായത് തെറ്റിലേക്ക് പോകുമ്പോൾ നല്ലതിലേക്ക് ഇതാക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരാണ് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഫിലോസഫേഴ്സ് എന്ന് പറയുന്നത്. ആ ഫിലോസഫേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ദ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ഇൻസ്പയർഡ് പീപ്പിൾ ടു റെക്കഗ്നൈസ്, ആളുകളെ മനസ്സിലാക്കിപ്പിക്കുകയാണ് എന്ത്, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ, അങ്ങനെ മനസ്സിലാക്കിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വന്നാണ് ഈ വോൾട്ടയർ. ഈ മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ള ഈ മനുഷ്യന്റെ പേരാണ് എന്ത് മക്കളെ? വോൾട്ടയർ. ഓക്കെ. വോൾട്ടയർ, എ ഫിലോസഫർ ആൻഡ് satirist, criticized the clergy and was expelled from the France for his bold writings. വോൾട്ടയർ ഒരു തത്വചിന്തകനും പരിഹാസകാരനായിരുന്നു. ഇയാൾ എന്താണ്? ഒരു സാറ്റിറിസ്റ്റ് ആണ്. അവൻ മതപണ്ഡിതന്മാരെ വിമർശിച്ചു. അദ്ദേഹം ആരെ വിമർശിച്ചു? ഹി ക്രിട്ടിസൈസ് ദ ക്ലർഗി, മതപണ്ഡിതന്മാരെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള നമ്മുടെ പുരോഹിതന്മാരെ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രിട്ടിസൈസ് ചെയ്തു, വിമർശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ നിലപാടിനും എഴുത്തുകൾക്കും വേണ്ടിയാണ് ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. അതായത് നമ്മുടെ വോൾട്ടയർ എന്ന് പറയുന്നത് മുടിയൊക്കെ നീട്ടി വളർത്തി വെറുതെ നിൽക്കല്ല. ഇയാൾ ആർക്കെതിരെ വരികയാണ്? നമ്മുടെ ക്ലർഗിമാർക്കെതിരെ വരികയാണ്. ഓക്കെ. അദ്ദേഹം എന്താണ്? തമാശ രൂപേണ അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ ഈ ക്ലർഗികളൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്ത് അതോടുകൂടിയിട്ട് അയാൾ എന്താവുകയാണ് മക്കളെ? ഫ്രാൻസിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എക്സ്പെൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പുറത്താക്കപ്പെടുകയാണ്. ഓക്കെ. അടുത്ത ആളാണ് ആര്? റൂസോ. റൂസോ വാസ് ആൻ എഡ്യൂക്കേഷണൽ ഫിലോസഫർ ആൻഡ് എ പൊളിറ്റിക്കൽ തിയറിസ്റ്റ്. ഹിസ് വർക്ക് ദ സോഷ്യൽ കോൺട്രാക്ട് ഡിഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്. റൂസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ് എന്ന് ആലോചിക്കുക. റൂസോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റോസ്. ഈ റോസിന്റെ ബുക്കാണ് ഏത് മക്കളെ? ഓക്കെ, ദ സോഷ്യൽ കോൺട്രാക്ട്. ഏതാണ്? ദ സോഷ്യൽ കോൺട്രാക്ട്. ചിലപ്പോ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ബുക്ക് നമ്മുടെ മാച്ച് ദ ഫോളോയിങ് വരാം. അപ്പൊ റോസിന്റെ ബുക്കാണ് ഇത്, ദ സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ. വിദ്യാഭ്യാസ ചിന്തകനും രാഷ്ട്രീയ മീമാംസകനുമായിരുന്നു റൂസോ. റൂസോ എന്ന് പറയുന്നത് എന്താ? ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫർ ആണ്. അതേപോലെ തന്നെ ഇയാൾ എന്താണ്? ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റ് ആണ്. രാഷ്ട്രീയപരമായിട്ടും വിദ്യാഭ്യാസ ചിന്തയിലൊക്കെയുള്ള ഒരു ഫിലോസഫർ ആണ് നമ്മുടെ റോസ് അല്ലെങ്കിൽ റൂസോ. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? സാമൂഹിക ഉടമ്പടി അല്ലെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇതിൽ എന്താണ് ഈ ഒരു സോഷ്യൽ കോൺട്രാക്റ്റിൽ എന്താ പറയുന്നത്? ഇറ്റ് ഡിഫൈൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്. ഒരു സിറ്റിസൺ എങ്ങനെയായിരിക്കണം, ഒരു പൗരനായി എന്തായിരിക്കണം, ഒരു പൗരന് വേണ്ടിയിട്ട് അവന്റെ രാഷ്ട്രം എന്തെല്ലാം നൽകിയിരിക്കണം, അതിനെ കുറിച്ചിട്ട് പറയാണ് ഇവിടെ. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തിനെ നിർവചിച്ച ബുക്കാണ് എന്ത് മക്കളെ? സാമൂഹ്യ ഉടമ്പടി എന്ന് പറയുന്നത്. അപ്പൊ റൂസോ ഒരു ഫിലോസഫർ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ്? ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫറും ഒരു പൊളിറ്റിക്കൽ തിയറിസ്റ്റും ആണ്. ക്ലിയർ ആണല്ലോ? റൂസോ സ്റ്റേറ്റഡ് ദ പീപ്പിൾ ക്രിയേറ്റഡ് ദ കിങ് ത്രൂ എ കോൺട്രാക്ട് ഫോർ ദെയർ വെൽഫെയർ ആൻഡ് അപ്ലിഫ്റ്റ്മെന്റ്. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാറ് പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. അതായത് ദൈവദത്ത അധികാര പ്രകാരം ഒന്നും ദൈവം അങ്ങോട്ട് പറഞ്ഞയച്ച ഒന്നല്ല, ജനങ്ങളാണ് ആരെ സൃഷ്ടിച്ചത്? രാജാവിനെ. ജനങ്ങള് എന്തിനു വേണ്ടിയിട്ടാ? ക്ഷേമത്തിന്. എന്തിനു വേണ്ടിയിട്ടാ മക്കളെ? അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടും അവരുടെ ഉന്നമനം, അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും, അതായത് ജനങ്ങളുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ടും വെൽഫെയറിന് വേണ്ടിയിട്ടും ഒരു കോൺട്രാക്ട് ബേസിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ആളാണ് ആരെന്ന് പറയുന്നത്? ഈ
കിങ് എന്ന് പറയുന്നത് ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാറ് പ്രകാരം രാജാവിനെ സൃഷ്ടിച്ചു. ഉത്തരവാദിത്വങ്ങൾ രാജാവ് ലംഘിച്ചിരിക്കുന്നു, അതിനാൽ രാജാവിന് ഭരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് അദ്ദേഹം ഒഴിവാക്കിയോ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഭരിക്കാനുള്ള അവകാശവും നഷ്ടപ്പെട്ടു. However, the king has violated responsibility. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്, അതായത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എപ്പോൾ ലംഘിച്ചോ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്താണ് ഭരിക്കാനുള്ള അവകാശവും നഷ്ടപ്പെട്ടു. Therefore, he has lost their right to rule. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എപ്പോ മറന്നോ അതോടുകൂടി തന്നെ അദ്ദേഹത്തിന് എന്താണ് ഭരിക്കാനുള്ള അവകാശവും നഷ്ടപ്പെട്ടു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ റോസോ പറയുന്നത്. അദ്ദേഹത്തിന്റെ ബുക്ക് ഇതാ സാമൂഹ്യ ഉടമ്പടി അല്ലെങ്കിൽ ഇതാ സോഷ്യൽ കോൺട്രാക്ട്. He argued that good laws create good citizen. നല്ല നിയമങ്ങൾ ആരെ സൃഷ്ടിക്കും? നല്ല പൗരന്മാരെ സൃഷ്ടിക്കും. He argued that good laws created good citizens. നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം വാദിച്ചു. റൂസോ ഓപ്പോസ് ദ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ. അദ്ദേഹം എന്താണ് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പവർ സ്ട്രക്ചറിന് നിലവിലുള്ള അധികാര ഘടനയെ റൂസോ ഓപ്പോസ് ദ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചർ. നിലവിലുള്ള അധികാര ഘടനയെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ചോദ്യം ചെയ്തു. ഹിസ് ഐഡിയാസ് വർ ബേസ്ഡ് ഓൺ ദ നാച്ചുറലിസം. അദ്ദേഹത്തിന്റെ ഐഡിയാസ് എന്ന് പറയുന്നത് എന്തിനാ? പ്രകൃതിവാദം അല്ലെങ്കിൽ നാച്ചുറലിസത്തിന് ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. മാൻ ഈസ് ബോൺ ഫ്രീ. ആളുകൾ എന്താണ് ജനിച്ചത് ഫ്രീ ആയിട്ടാണ്, സ്വതന്ത്രരായിട്ടാണ്. ബട്ട് എവരിവർ ഹീസ് ഇൻ ചെയിൻസ്. പക്ഷെ എല്ലാ സ്ഥലത്തും എന്തിലാണ് മക്കളെ? ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയാണ്. മാൻ ബോൺ ഫ്രീ. ആളുകളെ എന്താണ് മക്കളെ? ഫ്രീ ആയിട്ടാണ് അവര് ജനിച്ചിരിക്കുന്നത്, ഫ്രീ ആയിട്ടാണ്. പക്ഷെ എവരിവർ ഹീസ് ഇൻ ചെയിൻ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും എന്താണ്? ചെങ്ങലയിലാണ്. ഓക്കെ. റൂസോയുടെ കൃതികൾ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമായി തീർന്നു. അദ്ദേഹത്തിന്റെ കൃതികൾ, റൂസോയുടെ കൃതികൾ എന്തിന് കാരണമായിട്ടുണ്ട് മക്കളെ? നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന് കാരണമായിട്ടുണ്ട്. അടുത്ത ആളാണ് ആര്? മോണ്ടെസ്ക്യൂ. അപ്പൊ നമ്മുടെ റൂസോ അല്ലെങ്കിൽ റോസിനെ കുറിച്ച് നമുക്ക് കുറച്ച് അധികം പഠിക്കാനുണ്ട്. ആദ്യത്തെ ആളാരാണ്? വോൾട്ടയർ. രണ്ടാമത്തെ ആളാരാണ്? നമ്മുടെ റൂസോ. ഓക്കെ. റൂസോ രണ്ടുപേരെ കുറിച്ചിട്ടും പഠിക്കുക. മൂന്നാമത്തെ ആളാണ് ആര്? മോണ്ടെസ്ക്യൂ. മോണ്ടെസ്ക്യൂ ക്രിട്ടിസൈസ് ദ എവിൽസ് ഓഫ് ദ ചർച്ച് ആൻഡ് ദ ട്രയണി ഓഫ് ദ സ്റ്റേറ്റ്. മോണ്ടെസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. മോണ്ടെസ്ക്യൂ എന്തിനാ ക്രിട്ടിസൈസ് ചെയ്തത് മക്കളെ? ചർച്ചിന്റെ എവിൽസ്. ചർച്ചിന്റെ എവിൽസ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? നമ്മുടെ നോബിൾസ്. ഓക്കെ. നമ്മുടെ ക്ലർഗി. ദ എവിൽസ് ഓഫ് ദ ചർച്ച് ആൻഡ് ദ ട്രയണി ഓഫ് ദ സ്റ്റേറ്റ്. മോണ്ടെസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. മോണ്ടെസ്ക്യൂ ക്രൈസ്തവ സഭയുടെ ദൂഷ്യങ്ങളെയും രാഷ്ട്രത്തിന്റെ എന്തിനേയും മക്കളെ? സ്വേച്ഛാധിപത്യത്തെയും വിമർശിച്ചു. രാജവാഴ്ചയെ അനുകൂലിച്ച അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനായി ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായി തരംതിരിച്ചു. അതായത് അദ്ദേഹം എന്തിനു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? യെസ്, ഹി അഡ്വക്കേറ്റഡ് ലിമിറ്റഡ് മൊണാർക്കി ആൻഡ് പ്രൊപ്പോസ് ദാറ്റ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ് ബി ഡിവൈഡഡ് ഇൻ ടു 3 ബ്രാഞ്ചസ്. ഏതൊക്കെയാത്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ ടു എൻഷുർ ദ ഫ്രീഡം ഓഫ് ദ ഇൻഡിവിജ്വൽ. നമ്മൾ പറയുന്നത് ആരെ കുറിച്ചിട്ടാണ്? മോണ്ടെസ്ക്യൂവിനെ കുറിച്ചിട്ടാണ്. മോണ്ടെസ്ക്യൂ ആരെയാണ് കളിയാക്കിയിട്ടുള്ളത്? യെസ്, നമ്മുടെ എവിൽസ്, ചർച്ചിലെ എവിൽസിനെയാണ് അതായത് നമ്മുടെ ക്ലർഗികളെ, പുരോഹിതന്മാരെയാണ് അദ്ദേഹം കളിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? മൊണാർക്കി. അദ്ദേഹത്തിന് രാജാക്കന്മാരുടെ ഭരണത്തിന് ഇദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, ഇൻഡിവിജ്വലിന്റെ ഫ്രീഡത്തിന് വേണ്ടിയിട്ട് 3 എണ്ണായിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു. ഏതൊക്കെയാ മക്കളെ അത്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. ഏതൊക്കെയാണ്? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. ഗവൺമെന്റിന്റെ അധികാരത്തെ 3 എണ്ണാക്കി. ഏതൊക്കെയാടാ? നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം. ഓക്കെ. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, ഭരണനിർവഹണം, പിന്നെ ഏതാണ്? നീതിന്യായം. ഓക്കെ. ഹിസ് ഫേമസ് വർക്ക് ദ സ്പിരിറ്റ് ഓഫ് ലോസ്. മറ്റേത് എന്തായിരുന്നു? ദ സോഷ്യൽ കോൺട്രാക്ട്. മോണ്ടെസ്ക്യൂവിന്റെ എന്താണ്? സ്പിരിറ്റ് ഓഫ് ലോസ്. ഹിസ് ഫേമസ് ബുക്ക് ദ സ്പിരിറ്റ് ഓഫ് ലോസ് അനലൈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് ദ എവല്യൂഷൻ ഓഫ് ലോ ആൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രശസ്ത കൃതിയായ നിയമത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ലോ എന്ന ഗ്രന്ഥം
ഗവൺമെന്റിന്റെ തത്വങ്ങളും നിയമത്തിന്റെയും ഭരണഘടനയുടെയും പരിണാമവും വിശകലനം ചെയ്ത്. ഏതാണ് ബുക്ക് എന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി കേട്ടോ, ചിലപ്പോ അത് മാച്ച് ദ ഫോളോയിങ് വരും. The ideas of the British philosopher John Locke. അപ്പോൾ നമ്മൾ മൂന്നാളത് പറഞ്ഞു കഴിഞ്ഞു, വോൾട്ടയർ, മോണ്ടസ്ക്യൂ, റൂസോ. ഓക്കെ, ഇനി അടുത്ത ആളാണ് എന്ത്, ബ്രിട്ടീഷ് ഫിലോസഫർ ആയിട്ടുള്ള ജോൺ ലോക്ക്. ആരാണ് മക്കളെ? ബ്രിട്ടീഷ് ഫിലോസഫർ ആയിട്ടുള്ള ജോൺ ലോക്ക്. ജോൺ ലോക്ക് ഹാഡ് എ ഡിസീസീവ് ഇമ്പാക്ട് ഓൺ ദ ഫ്രഞ്ച്. ഹിസ് ഫേമസ് വർക്ക് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ഇദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താടാ? ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് റിജക്റ്റഡ് ദ ഡിവൈൻ റൈറ്റ് ആൻഡ് ട്രയാനി ഓഫ് ദ കിങ്. ഓക്കെ, നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ചിന്തകനായ ജോൺ ലോക്കിന്റെ ആശയങ്ങളും ഫ്രഞ്ച് ജനതയെ നിർണായകമായി സ്വാധീനിച്ചു. തന്റെ വിഖ്യാത കൃതിയായ ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. ഏതാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്? രാജാവിന്റെ ദത്താവകാശത്തെയും സ്വേച്ഛാധികാരത്തെയും നിരാകരിച്ചു. ജോൺ ലോക്കിന്റെ ബുക്കാണ് മക്കളെ ഏത്? ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഇതില് എന്താണ്, നമ്മുടെ ദൈവദത്താവകാശത്തിന് ആ ദൈവദത്താവകാശത്തിനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഡിവൈൻ റൈറ്റ്. ആ ഡിവൈൻ റൈറ്റിനെയാണ് ഇദ്ദേഹം ചോദ്യം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്തിനെ ഇദ്ദേഹം നിരാകരിച്ചു, റിജക്ട് ചെയ്തു? ട്രയാനി. എന്താ മക്കളെ? ട്രയാനി, അതായത് സ്വേച്ഛാധികാരത്തിനെയും ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിരാകരിച്ചിട്ടുണ്ട്. Economics known as physiocrats also influenced the French people. ഇക്കണോമിസ്റ്റുകളായിട്ടുള്ള ഫിസിയോക്രാറ്റ്സ്. ആരാണ് മക്കളെ? ഫിസിയോക്രാറ്റ്സും ആരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫ്രഞ്ച് പീപ്പിളിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പ്രോമിനന്റ് എമംഗ് ദം വർ ടോഗോട്ട് ആൻഡ് നെക്കർ. ഇതിലെ പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ടർഗോട്ടും നെക്കറും. ഫിസിയോക്രാറ്റുകൾ എന്നറിയപ്പെട്ടിരുന്ന സാമ്പത്തിക വിദഗ്ധരും ഫ്രഞ്ച് ജനതയെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വാധീനിച്ചിരുന്നു. ഇതിൽ പ്രമുഖരായിരുന്ന ആരൊക്കെയാ മക്കളെ? ടർഗോയും നെക്കറും. ഓക്കെ, Turgot was an advisor to Louis XVI who conceived many plans to improve the economic situation of the France. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫിസിയോക്രാറ്റ്സും. ആരാ മക്കളെ? ഫിസിയോക്രാറ്റ്സും ഈ ആളുകളെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള രണ്ട് ആളുകളാണ്. ആരൊക്കെയാടാ? ടർഗോട്ടും നെക്കറും. ആരൊക്കെയാണ്? ടർഗോട്ടും നെക്കറും. ഈ ടർഗോട്ടാണ് നമ്മുടെ ലൂയിസ് 16 ചങ്ക്. ടർഗോട്ട് വാസ് ആൻ അഡ്വൈസർ ടു ലൂയിസ് 16. ലൂയിസ് 16 അഡ്വൈസർ ആയിരുന്നു ആര്? ടർഗോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് ഇക്കണോമിക് പോളിസീസ് റിഫ്ലക്റ്റഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ മിഡിൽ ക്ലാസ്. അവരുടെ ഇക്കണോമിക് പോളിസീസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മിഡിൽ ക്ലാസിന്, മധ്യവർഗത്തിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നവയായിരുന്നു. ഓക്കെ, എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വർ ഇമ്പോർട്ടന്റ് എമംഗ് ദം. അവർ ഒരുപാട്, അതായത് ടർഗോട്ട് ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. ഫിസിയോക്രാറ്റ് ആയിട്ടുള്ള ടർഗോട്ട് കൊണ്ടുവന്ന് ഒരുപാട് പോളിസീസ് കൊണ്ടുവന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എന്ത്? എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ്. ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വർ ഇമ്പോർട്ടന്റ്. കൃഷിക്ക് പ്രോത്സാഹനവും ഭക്ഷ്യവസ്തുക്കളിൽ വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക. എന്തൊക്കെയാ മക്കളെ? എൻകറേജ്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫ്രീ ട്രേഡ് ഓഫ് ഫുഡ് ഐറ്റംസ് വർ ഇമ്പോർട്ടന്റ് എമംഗ് ദ. കൃഷിക്ക് പ്രോത്സാഹനം നൽകുക. ഫിസിയോക്രാറ്റ് ആയിട്ടുള്ള ടർഗോട്ട് കൊണ്ടുവന്നതാണ് എന്ത്? കൃഷിക്ക് പ്രോത്സാഹനം നൽകുക. ഭക്ഷ്യവസ്തുക്കളിൽ എന്താണ്? വ്യാപാര സ്വാതന്ത്ര്യം അനുവദിക്കുക. ഈ രണ്ടെണ്ണം. These reforms improved the financial situation of France to some extent. ഈ ടർഗോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഈ കാര്യങ്ങൾ എന്താ? ക്ലിക്കായി. എന്താണ്? These reforms improved the financial situation of France to some extent. കുറച്ചു കാലം വരെ എന്താണ്? ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട്. ഈ പരിഷ്കരണങ്ങൾ ഒരു പരിധി വരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. However, Mary Antoinette unwillingness to cut back on spending resulted in enmity between her and Turgot. നമ്മൾ പറഞ്ഞു ആരാണ്? നമ്മുടെ ടർഗോട്ടാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നത്. നമ്മുടെ മേരി ആന്റോണിറ്റി എന്ന് പറയുന്ന നമ്മുടെ ക്വീൻ ഉണ്ടല്ലേ, ക്വീനിന് ഭയങ്കര എക്സ്ട്രാവേർജൻസ് ആണ്, അതായത് ഭയങ്കര ലക്ഷറിയസ് ലൈഫാണ്. അപ്പൊ എന്താണ് അവരോട് പറയാനെന്ത്? നിങ്ങൾ കുറച്ചൊന്ന് അടങ്ങിക്കോളി, കുറച്ച് എന്താണ് നിങ്ങളുടെ ഈ ഒരു ദൂർത്തൊക്കെ ഒന്ന് കുറച്ച് അവസാനിപ്പിച്ചോളി എന്ന് പറഞ്ഞപ്പോ എന്താണ് അയമ സമ്മതിക്കുകയോ? ഇല്ല, അയമയ്ക്ക് ദേഷ്യായി. ആരോട്? നമ്മുടെ ടർഗോട്ടിനോട്. നമുക്ക് നോക്കാം. These reforms improved the financial situation of France to some extent. ഈ പരിഷ്കരണങ്ങൾ എന്താണ് മക്കളെ? ഒരു പരിധിവരെ ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തി. എന്നിരുന്നാൽ പക്ഷെ എന്താണ് നമ്മുടെ ക്വീൻ അൺവില്ലിംഗ്നെസ് ടു കട്ട് ബാക്ക് ഓൺ സ്പെൻഡിങ് റിസൾട്ടഡ് ഇൻ എനിമിറ്റി ബിറ്റ്വീൻ ഹർ ആൻഡ് ടർഗോട്ട്. മാരി ആന്റിയോനെറ്റ് ചെലവ് ചുരുക്കാൻ തയ്യാറാകാതിരുന്നത് ടർഗോ രാജ്ഞിയുമായി ശത്രുതയിലാക്കി. അതായത് ലൂയിസ് 16 ഒരു
ഹെൽപ്പറെ വെച്ചതാ എങ്ങനെയെങ്കിലും ഈ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ നന്നാക്കാൻ. അപ്പൊ ടർഗോട്ട് കുറെ ഇക്കണോമിക് പോളിസീസ് കൊണ്ടുപോകുന്നത്. പക്ഷേങ്കിൽ ആർക്ക് അതിലൊന്നായിരുന്നു എന്ത്, നമ്മുടെ രാജ്ഞിയോട് നിങ്ങൾ ചെലവൊന്ന് ചുരുക്കിക്കാളി എന്ന് പറഞ്ഞത്. അതായമക്ക് ഇഷ്ടായോ? ഇല്ല, അവർക്ക് അത് ഇഷ്ടായില്ല. അത് മാത്രം അത് എന്തിന് കാരണമായി മക്കളെ? റിസൾട്ടഡ് എനിമിറ്റി. എന്തിന് കാരണമായി? എനിമിറ്റി ബിറ്റ്വീൻ ഹർ ആൻഡ് ടർഗോട്ട്. മാരി ആന്റിയോനിറ്റും അതുപോലെ തന്നെ ടർഗോയും ആയിട്ട് എന്താണ് ശത്രുതയിലാവുന്നതിന് കാരണമായി. ഡ്യൂ ടു ദ ക്വീൻസ് ഓപ്പോസിഷൻ ലൂയിസ് 16 ഡിസ്മിസ് ദ ടർഗോട്ട് ഫ്രം ഹിസ് മിനിസ്ട്രി. ലൂയിസ് 16 എന്താണ് രാജ്ഞി പറയുന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇയാളെ എന്ത് ചെയ്യാണ്? ഡിസ്മിസ് ചെയ്തു. ആരെ? ടർഗോട്ടിന് എന്ത് ചെയ്തു? മന്ത്രിസ്ഥാനത്ത് നിന്നിട്ട് ഡിസ്മിസ് ചെയ്തു. അങ്ങനെ അതിനുശേഷം ആര് വരികയാണ്? നമ്മുടെ നെക്കർ. ടർഗോട്ടിന് ശേഷം ആര് വന്നു? നെക്കർ വാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ അഡ്വൈസർ. ഹി ട്രൈഡ് ടു കണ്ടിന്യൂ ദ റിഫോംസ് ഓഫ് ടർഗോട്ട് but was expelled due to the war with England. He also faced the opposition from the National Assembly. രാജ്ഞിയുടെ എതിർപ്പ് മൂലം ലൂയി 16 ടർഗോയെ മന്ത്രിസ്ഥാനത്ത് നിന്നും പിരിച്ചുവിട്ടു. അത് നമ്മൾ പറഞ്ഞു അല്ലെ. അതിന് ആര് വന്നു? പുതിയ ഉപദേഷ്ടാവായിട്ട് നെക്കർ വന്നു. ആര് വന്നു മക്കളെ? നെക്കർ വന്നു. ഓക്കെ. ടർഗോയുടെ പരിഷ്കരണം തുടരുവാൻ ശ്രമിച്ചെങ്കിലും ദേശീയ സഭയുടെ എതിർപ്പും ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം പുറത്താക്കപ്പെട്ടു. അങ്ങനെ ഇയാൾ എന്ത് പറഞ്ഞു? നെക്കർ എന്ത് പറഞ്ഞു? ടർഗോട്ട് പറഞ്ഞ പോലെയൊക്കെ തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താണ് ആര് സമ്മതിച്ചില്ല? ടർഗോയുടെ ഭരണപരിഷ്കരണം തുടരുവാൻ ഇവർ ശ്രമിച്ചെങ്കിൽ എന്താണ്? ദേശീയ സഭയുടെ എതിർപ്പ് മൂലം. എന്തിന്റെ എതിർപ്പ് മൂലാണ്? ദേശീയ സഭയുടെ എതിർപ്പ് മൂലം, ഇംഗ്ലണ്ടുമായുള്ള യുദ്ധവും മൂലം ഇതെന്താണ്? ഇത് പുറത്താക്കപ്പെട്ടു. The advisors who were appointed after Necker also failed to improve the economic condition of France. ആദ്യം ആര് വന്നു? നമ്മുടെ ടർഗർ വന്നു. രണ്ടാമത്തെ നമ്മുടെ നെക്കർ വന്നു. അതിനുശേഷം എന്താണ്? ഒരുപാട് അഡ്വൈസേഴ്സ് വന്നു. ഹൂ വർ അപ്പോയിന്റഡ് ആഫ്റ്റർ നെക്കറിന് ശേഷം വന്നു. They also failed to improve the economic condition of the France. അവരും എന്തിനും തോൽക്കാണ്? ഇക്കണോമിക് കണ്ടീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിൽ തോൽക്കാണ്. Finally, the king was forced to change his decisions and call Necker again. തുടർന്ന് അധികാരത്തിൽ വന്ന രാജാവിന്റെ ഉപദേഷ്ടാക്കൾക്കും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല. ഗത്യന്തരമില്ലാതെ നെക്കറെ തിരികെ വിളിച്ചു. അതായത് ഇംഗ്ലണ്ടിന്റെ യുദ്ധം കാരണവും മറ്റ് കാരണങ്ങൾ കാരണം ഈ നെക്കറിനെ ഒഴിവാക്കിയതായിരുന്നു. പക്ഷേങ്കിൽ എന്താണ്? പുതിയതായിട്ട് വന്നിട്ടുള്ള ഉപദേഷ്ടാക്കൾക്കും എന്താണ് ഒന്നും ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയില്ല. അങ്ങനെ വന്നപ്പോ എന്താണ്? നെക്കർ റീഎൻട്രി. നെക്കർ എന്തെന്നു? റീഎൻട്രി വന്നു. ഇത് നന്നാക്കാൻ വേണ്ടിട്ട് നെക്കറെ തന്നെ പിന്നെയും കൊണ്ടുവന്നു. Okay, salons and coffee houses. Salons and coffee houses in France become the hub for political discussion and revolutionary ideas. ഫ്രാൻസിലെ സലൂണുകളും കോഫി ഹൗസുകളും എന്താ? രാഷ്ട്രീയ ചർച്ചകൾക്കും വിപ്ലവ ആശയങ്ങൾക്കും കേന്ദ്രങ്ങളായി. ഇപ്പൊ നമ്മളിപ്പോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ വീടുകളിലേക്കാളും നമ്മൾ എന്താണ് ഓപ്റ്റ് ചെയ്യുക? ഹോട്ടലും കാര്യങ്ങളൊക്കെ അല്ലേ? അത് ഇനി അവിടെ ഉണ്ടായി. ഓക്കെ മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് തിങ്കേഴ്സ് ആണ്. അതായത് നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് ഒരുപാട് ഫിലോസഫേഴ്സ് അവരുടെ ഐഡിയാസ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. വോൾട്ടയർ ആരെ ക്രിട്ടിസൈസ് ചെയ്തു? ക്ലർഗീനെ ക്രിട്ടിസൈസ് ചെയ്തു. അതോട് കൂടിയിട്ട് അദ്ദേഹത്തിന് എന്താണ്? ഫ്രാൻസിൽ നിന്ന് അത് നാട് കടത്തി. രണ്ടാമത്തെ ആളാണ് ആര്? റൂസോന്റെ ബുക്ക് ഏതാണ് മക്കളെ? ദ സോഷ്യൽ കോൺട്രാക്ട്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോഷ്യൽ കോൺട്രാക്റ്റിൽ പറയുന്നത് എന്താണ്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സിറ്റിസൺസ് ആൻഡ് ദ സ്റ്റേറ്റ്. വ്യക്തിയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധമാണ് ഈ ബുക്കിൽ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇദ്ദേഹം എന്താ പറഞ്ഞത്? ദ പീപ്പിൾ ക്രിയേറ്റഡ് ദ കിങ് ത്രൂ എ കോൺട്രാക്ട്. ജനങ്ങൾ തങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരു കരാർ പ്രകാരം രാജാവിനെ സൃഷ്ടിച്ച്, ഒരു കോൺട്രാക്ട് പ്രകാരം അവരുടെ അപ്ലിഫ്റ്റ്മെന്റിനും അവരുടെ വെൽഫെയറിനും വേണ്ടിയിട്ടാണ് രാജാവിനെ സൃഷ്ടിച്ചത് എന്നാണ് റൂസോ പറയുന്നത്. ഹി ആർഗ്യൂഡ് ദാറ്റ് ഗുഡ് ലോസ് ക്രിയേറ്റ് ഗുഡ് സിറ്റിസൺ. അദ്ദേഹം അതുപോലെ തന്നെ പറയാണെന്ത്? നല്ല നിയമം നല്ല പൗരരെ സൃഷ്ടിക്കുമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം എന്താണ്? എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചറിന് അദ്ദേഹം എന്ത് ചെയ്തു? നിലവിലുള്ള അധികാര വ്യവസ്ഥയെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഓപ്പോസ് ചെയ്തിട്ടുണ്ട്. മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവരിവെയർ ഇൻ ചെയിൻ. ആളുകൾ ജനിക്കുന്നത് ഫ്രീ ആയിട്ടാണ്, പക്ഷെ അവൻ എപ്പോഴും എന്തിലാണ്? ചങ്ങലകളിലാണ്. ഓക്കെ,
അടുത്ത ആളാണ് മൊണ്ടെസ്ക്യൂ. മൊണ്ടെസ്ക്യൂ ആർക്കെതിരായിട്ടാണ് വന്നിട്ടുള്ളത്? ക്രിട്ടിസൈസ് ദ എവിൽസ് ഓഫ് ദ ചർച്ച്, ക്രൈസ്തവ സഭയ്ക്കെതിരായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം മൊണാർക്കിനെ, അതായത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അദ്ദേഹം എന്താണ് പറയുന്നത്? ഓരോ ഇൻഡിവിജ്വലിനും ഫ്രീഡം വേണം. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം 3 ആക്കിയിട്ടുണ്ട്. ഏതൊക്കെയാ മക്കളെ? ലെജിസ്ലേറ്റീവ്, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? ദ സ്പിരിറ്റ് ഓഫ് ലോ, നിയമത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞത് ആരെ കുറിച്ചിട്ടാണ്? ജോൺ ലോക്കിനെ കുറിച്ചിട്ടാണ്. ജോൺ ലോക്കിന്റെ ബുക്കാണ് എന്ത്? 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്? 2 ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. ദെൻ ഫിസിയോക്രാറ്റ്സ് വന്നു. ഈ ഫിസിയോക്രാറ്റ്സിൽ വന്ന 2 ആളുകളാണ് ആരൊക്കെ? നമ്മുടെ ടർഗോട്ടും നെക്കർ എന്ന് പറയുന്നത്. ആദ്യം ടർഗോട്ട് വന്നു ലൂയിസ് 16 ഒരു ഉപദേശകനായിട്ട്. പക്ഷേങ്കിൽ എന്താണ്, അയാൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നെങ്കിലും രാജ്ഞി ഇതിനെ എതിർത്തു. രാജ്ഞി എതിർത്തതോട് കൂടിയിട്ട് ആര് വരികയാണ്? നെക്കർ വന്നു. നെക്കർ വന്നപ്പോ എന്താണ്? നെക്കർ വന്നിട്ട് ഈ ടർഗോട്ടിന്റെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കിയെങ്കിലും സമ്മതിച്ചില്ല. ഇംഗ്ലണ്ടിലെ യുദ്ധവും അതുപോലെ തന്നെ എന്താണ് ആരുടെ എതിർപ്പും കാരണമായിരുന്നു? ഓപ്പോസിഷൻ, നമ്മുടെ ദേശീയ സഭയുടെ ഓപ്പോസിഷൻ കാരണം ഇയാള് നെക്കറിനെ ഒഴിവാക്കി. അതിനുശേഷം കുറെ ആൾക്കാർ വന്നു. എന്തിനു വേണ്ടിയിട്ട് അവരൊക്കെ വരുന്നേ? ഇവരൊക്കെ വന്നത് നമ്മുടെ ഫ്രാൻസിന്റെ ഇക്കോണമിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇവരൊക്കെ വന്നെങ്കിലും ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനെ പിരിച്ചുവിട്ട നെക്കറിനെ എന്താണ് തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഓക്കെ മക്കളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നിർബന്ധമായിട്ടും ഇതൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കുക, ഫോളോ അപ്പ് ചെയ്യുക. അന്നത്തെ കാര്യങ്ങൾ അന്ന് തന്നെ പഠിച്ചിട്ട് പോവുക. ഒരിക്കലും നാളത്തേക്ക് പഠിക്കാന്ന് വെച്ചിട്ട് ആരും മാറ്റി വെക്കരുത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഫിലോസഫേഴ്സിന്റെ നെയിംസ്, അവരുടെ ബുക്ക്, അവരുടെ മേജർ ഐഡിയാസ്. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഫിസിയോക്രാറ്റ്സിൽ വരുന്ന ടർഗോട്ടും നെക്കറും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമ്മുടെ ടർഗോട്ട് കൊണ്ടുവന്നിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അയാള് ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലും അഗ്രികൾച്ചറിലും ഒക്കെ കൊണ്ടുവന്നുള്ള ഇംപ്രൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതും ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, എല്ലാവർക്കും ഇന്നത്തെ സെക്ഷൻ ഹെൽപ്ഫുൾ ആയി, എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.